ഈ തെരുവിനെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സലിം ബായിയെ അവൻ കൊല്ലിച്ചു. ഈ തെരുവ് അനാഥമാവാതിരിക്കാൻ ഞാൻ എന്റെ കുടുംബം പോലും ഉപേക്ഷിച്ച് ഇവരോടൊപ്പം ചേർന്നു. എന്നെ കുരുക്കാൻ ഷാ ഒരുക്കിയ ചതിക്കുഴിയാണ് CI മാർട്ടിന്റെ മരണം. എന്നെ ഒതുക്കാൻ കമ്മീഷണർ ഒരുക്കിയ കെണിയിൽ വീണാണ് നിനക്ക് നിന്റെ അധികാരം നഷ്ടമായത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിഷ്ണു IPS അവരുടെ മുന്നിൽ ഒരു തടസ്സമേ അല്ല. ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. എന്റെ വാൾമുനയിൽ ചോര പുരണ്ടാൽ, അറിയാതെ എന്റെ കയ്യിൽ നിന്നൊരു തീപ്പൊരി വീണാൽ ആദ്യം ഈ തെരുവ് കത്തും, പിന്നെ ഈ നഗരവും കത്തിയമരും. അതാണോ നിനക്ക് വേണ്ടത്? പറയൂ, അവസാനിപ്പിക്കട്ടെ എല്ലാം. മണിയും മസിൽ പവറും പൊളിറ്റിക്സും ചില പോലീസ് മേലാളന്മാരും അവിശുദ്ധമായി കൈകോർത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ ഇനിയും ജനിക്കാത്ത തലമുറയെ കൂടി നശിപ്പിക്കാമെന്ന അസ്ത്രവും പേറി നടക്കുന്ന ചില വമ്പൻ റാക്കറ്റുകൾക്കെതിരെ ഒറ്റപ്പെട്ട ചില അന്വേഷണ പ്രശ്നങ്ങളല്ലാതെ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. സത്യം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് മാത്രമായി സേവനം ചെയ്യുന്നവൻ മാനസികമായി തകർന്നാൽ അവശേഷിക്കുന്ന നന്മയുടെ കണികകൾ കൂടി ഇല്ലാതാവും. നമ്മൾ രണ്ട് ചേരികളിൽ നിന്നാലും ഭീകരതയുടെ ദുരന്ത ഫലം ഒന്നാണ്. ശത്രു ആര് എന്നറിയാതെ യുദ്ധം പ്രഖ്യാപിക്കരുത്. ഞാൻ ചെയ്യുന്നതും നിനക്ക് ചെയ്യാൻ കഴിയാവുന്നതുമായ കാര്യങ്ങൾ ഒന്നിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ. പുറം തിരിഞ്ഞു നോക്കാനുള്ള സമയമല്ലത്. നമുക്കൊരുമിച്ച് നീങ്ങാം. മിസ്സിസ് മാർട്ടിന്റെ സത്യസന്ധമായ മൊഴിക്ക് മാത്രമേ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവൂ. അവർ സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മറ്റാരേക്കാളും കൂടുതൽ ഇന്ന് നിനക്കാണ്. അധികാരത്തിന്റെ തൊപ്പി തലയിലില്ലാത്ത ഒരു സാധാരണ പൗരനായി ജനിച്ച നാടിനു വേണ്ടി എന്തെങ്കിലും നേടാനുള്ള ഒരു അവസരമായി നീ ഇതിനെ കാണണം. എന്നോടൊപ്പം വരൂ.
ഇപ്പൊ ഭേദമുണ്ട്. ഭയപ്പെടാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹലോ, നമ്മുടെ തെരുവ് നിറച്ചും പോലീസാണ്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാണ് അവരുടെ നീക്കം. നമ്മുടെ ആൾക്കാരുടെ എല്ലാം പേരെടുത്ത് വിളിച്ചാ അവർ അന്വേഷിക്കുന്നത്. ഏതായാലും രവിയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പോലീസുകാരുടെ അസുഖം ഒന്ന് കുറയട്ടെ. നമ്മുടെ സസ്പെൻഡ് ചെയ്തു പോയ വിഷ്ണു സാറിന് പകരക്കാരൊരുത്ത വന്നിട്ടുണ്ടല്ലോ, അവനാണ് ഏറ്റവും കൂടുതൽ സൂക്കേട്. എവിടാ നിന്റെ നേതാവ് ശ്രീ രവിശങ്കർ? എനിക്കറിയില്ല. നിനക്കറിയില്ലെന്നോ അതോ നീ പറയില്ലെന്നോ? നിന്നെ കൊണ്ട് ഞാൻ പറയും. സുഹറേ, ഒരു കാര്യമില്ലാതെ ഈ സാറ് ഏതാടാ ഇവള്? എന്റെ പൊന്നേമാനെ, ഇവളുടെ തന്തയല്ലേ ഈ തെരുവ് ഭരിച്ചോണ്ടിരുന്നത്? സലീം ഭായി. ആ കിളവൻ ചത്തു തെളഞ്ഞപ്പോ പിന്നെ ഇവള് തുടങ്ങി ഭരണം. ആ രവിശേഖരന് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇവളാ. ഇവളൊരു പകുതി പോലീസ്